തേങ്ങ ചുട്ടെടുത്ത ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് അടിപൊളിയാണ്. കഞ്ഞിയുടെ കൂടെ ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം നമ്മൾ വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം എരിവിനാണ് ഉണ്ടാക്കുന്നത്, കാരണം ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എരിവ് കുറയ്ക്കണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അതിന് പകരം കാശ്മീരി ചില്ലി ആഡ് ചെയ്താൽ മതി. ഒരു തേങ്ങയ്ക്കാണെങ്കിൽ ഒരു 25 to 30 മുളക് വരെ നമുക്ക് എടുക്കാം. മുളക് കോരി മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളിയും 20 ചെറുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ കൊത്തു പോലെയാണ് നമ്മൾ എടുക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇതിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 2 ബാച്ചസ് ആയിട്ടാണ് തേങ്ങ വറുത്തെടുത്തത്. മുളകിൻ്റെ ചൂടാറിയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഞെട്ട് കളഞ്ഞ് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരല്പം തരിയോടെ പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഏകദേശം ഈ ഒരു പരുവത്തിന് നമുക്ക് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് പുളിയാണ്. ഇത് ഇച്ചിരി വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പുളിയുടെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും. പുളി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഞാനൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഒരു തേങ്ങയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വലിയ പാത്രത്തിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ തേങ്ങ ചുട്ടരച്ചൊരു ചമ്മന്തി കഴിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ.